മാഗ്നറ്റിക് ഹിജാബ് പിൻസിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആക്ച്വലി ഇത് ഇറങ്ങിയിട്ടൊരു 4 വർഷമായി. സേഫ്റ്റി പിന്നിനേക്കാളും നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പിന്നാണ് മാഗ്നറ്റിക് ഹിജാബ് പിൻസ്. ആക്ച്വലി ഇത് ഇറങ്ങിയോടുകൂടി നമുക്ക് ഹിജാബിനുള്ള ഒരു വലിയൊരു ഇഷ്യൂ സോൾവായി. കാരണം നമുക്ക് എപ്പോഴും ഹിജാബ് കുത്തുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നുണ്ടാവില്ല. നമ്മൾ ആദ്യം ഒരു വട്ടം യൂസ് ചെയ്ത പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഹിജാബ് കുത്താൻ നോക്കുമ്പോൾ പിന്നുണ്ടാവില്ല. അപ്പോൾ സേഫ്റ്റി പിൻ അത്രയും തിന്നായതുകൊണ്ട് എപ്പോഴും അത് കാണാണ്ട് പോവും. വളരെ ചുരുക്കം ആൾക്കാരൊക്കെ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഒരു പിന്നെ തന്നെ ഒരുപാട് വട്ടം ഹിജാബ്സ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലാത്തവർക്കൊക്കെ മാഗ്നറ്റിക് പിൻസ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ വേറൊരു മെറിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റേ പിന്ന് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എഡ്ജ് ഭയങ്കര ഷാർപ്പായതുകൊണ്ട് ഹിജാബിൻ്റെ നൂല് വലിയുന്ന പ്രശ്നം, ഹോൾസ് വീഴുന്ന പ്രശ്നം, അതുപോലെ തന്നെ അതിൻ്റെ മെറ്റൽ തുരുമ്പെടുത്തിട്ട് കറ ഇളകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഹിജാബ് മൊത്തത്തിൽ ഡാമേജ് ആവുന്നൊരു പ്രോബ്ലം വരും. ഓട്ടയായിട്ട് നൂല് വലിഞ്ഞിട്ട് ഒരു വൃത്തിയില്ലാണ്ട് വരും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം അതിനേക്കാളൊക്കെ കംഫർട്ട് ചെയ്യൊരു മാഗ്നറ്റിക് പിൻസാണ്. പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രൈസാണ്. സോ ഇതിനെങ്ങനെയാണ് വില വരുന്നത് എന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം എങ്ങനെയൊക്കെയാണ് മാഗ്നറ്റിക് പിൻസ് വരുന്നത്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ്, ഇറ്റ്സ് മീ ലുലു ആൻഡ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ്. സോ നമ്മളൊരു ഹിജാബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നതാണ് ഈ ഒരു ഷാർപ്പ് എഡ്ജ് സേഫ്റ്റി പിന്നിൻ്റെ. അപ്പം ഈ ഒരു എഡ്ജ് ചിലപ്പം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹിജാബ് അവിടെ നൂല് വലിഞ്ഞ് പോവും. കാരണം ഹിജാബ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ത്രെഡ്സൊക്കെ എന്ന് പറയുന്നത് വളരെയധികം ഫൈനായിട്ടുള്ള ഫൈബേഴ്സാണ്. സോ പ്രത്യേകിച്ച് നമ്മുടെ ഷിഫോൺ ഹിജാബൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നൂല് വലിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് പിൻസ് ആകുമ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇത് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് കറക്റ്റ് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ ഇത് ഷേപ്പ് ചെയ്യാനും പറ്റും, ലൂസാക്കാനൊക്കെ പറ്റും. അതൊന്ന് വലിച്ച് പിടിച്ച് ഷേപ്പ് ചെയ്താൽ മതി. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, സേഫ്റ്റി പിന്നിൻ്റെ അത്ര തന്നെ ടൈറ്റായിട്ട് ഇത് നിൽക്കുമോ? നല്ല ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇനി ഇത് കണ്ടോ, ഒരു 6 ലെയർ വരെ ഒരു മാഗ്നറ്റിക് പിന്നിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്നും ആവില്ല. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഇപ്പോൾ സാരിക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പ്ലീറ്റ്സൊക്കെ എടുക്കണമെങ്കിൽ ലെയർ എടുക്കുന്ന സമയത്തൊക്കെ വേറെ എന്താവശ്യത്തിനും നമുക്ക് ഹിജാബിലേക്കല്ലാണ്ട് എവിടെയെങ്കിലും പ്ലീറ്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെയൊക്കെ ഈ ഒരു മാഗ്നറ്റിക് പിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വിട്ടതൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവിടെയും നമുക്ക് മാഗ്നറ്റിക് പിൻസ് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പിന്ന് കാണിച്ചുകൊണ്ട് കുത്തുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഷേപ്പ് ആക്കാനുള്ളതൊക്കെ ഒരു ബോറുണ്ടാവുക. മറിച്ച് എവിടെയെങ്കിലും നമുക്ക് ലൂസ് ഉള്ളതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്ത് വെക്കണമെങ്കിൽ ഈ മാഗ്നറ്റിക് പിൻസ് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. എസ്പെഷ്യലി കിഡ്സിൻ്റെ ഡ്രസ്സിന് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ഇവിടെ കിഡ്സിൻ്റെ ഡ്രസ്സ് ലൂസാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാഗ്നറ്റിക് പിൻസ് യൂസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിഡ്സിന് പിന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് പിന്നാണെങ്കിൽ നമുക്ക് അത്ര തന്നെ പേടി ഉണ്ടാവില്ല. ഇപ്പോൾ മദ്രസിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ മാഗ്നറ്റിക് പിൻസ് ആകുമ്പോൾ ഒന്നും കൂടിയും എളുപ്പമായിരിക്കും, നമുക്കത് കുത്തുന്നുള്ള പേടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മളുടെ ചെസ്റ്റിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ പിന്നുകൾ കുത്താൻ പേടിയായിരിക്കും. കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈമിലോ അല്ലാത്ത ടൈമിലോ ഒക്കെ കുട്ടി അത് എടുത്ത് വലിച്ചാലോ എന്നുള്ള പേടി ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് പിൻസ് ആകുമ്പം ഒന്നും കൂടി സേഫ്റ്റിയാണ്, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ സ്ട്രക്ചറിൽ വന്നിട്ട് പുറമേയുള്ള സ്ട്രക്ചർ പല ഡിഫറെൻറ്റ് ഇതിലുള്ളതുണ്ട്. അതായത് നമുക്ക് നല്ല ഫൈബറിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, മെറ്റലിൻ്റെതുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ക്വാളിറ്റിയിൽ പ്രൈസിനനുസരിച്ച് വേരി ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഉള്ളിലുള്ള മാഗ്നറ്റിൻ്റെ പവറും കൂടുന്നുണ്ട് കേട്ടോ. അപ്പം സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് 199 രൂപയാണ്. 199 രൂപൻ്റെ സെറ്റിൽ 2 സെറ്റാണ് ഉണ്ടാവുക, 2 പെയറാണ് ഉണ്ടാവുക. ആൻഡ് ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ ഓൺലൈനിൽ ഞാൻ കണ്ടു. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 199 രൂപ തന്നെയാണ്. ആൻഡ്
കുറച്ച് ഇൻസ്റ്റഗ്രാം ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ വന്നിട്ട് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് ഇൻസ്റ്റഗ്രാമിൽ. ഇനി ഇതിൻ്റെ ഒരു ഡിമെറിറ്റായിട്ട് വളരെ കുറച്ച് ഡിമെറിറ്റ്സാണ് എനിക്ക് തോന്നിയത്. അതിലൊന്നെന്നുള്ളത് നമുക്ക് നമ്മളെ നാട്ടിലുള്ള സാധാ ഫാൻസി ഷോപ്പിലൊന്നും ഇത് അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആൾക്കാർ ഇത് വാങ്ങുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിമാൻഡായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നാട്ടിലൊന്നും നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് വിലയും കൂടുതലാണ്. ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾക്ക് വില വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇപ്പോൾ നമുക്ക് ഒരു വട്ടം നമ്മൾ ഹിജാബ് നെക്കിൻ്റെ അവിടെയിൽ കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ സേഫ്റ്റി പിന്നാണെന്നുണ്ടെങ്കിൽ അത് ലൂസാണെങ്കിൽ അത് ഊരിയിട്ട് നമുക്ക് പിന്നെയും കുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഹിജാബ്സ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമല്ല. അതിമ വെച്ചിട്ട് തന്നെ നമുക്കത് ടൈറ്റാക്കാനും ലൂസാക്കാനും ഒക്കെ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു നെക്കിനടിയിലുള്ള പോർഷനിലാണ് ഇതൊന്നും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ബാക്കി നമ്മൾ വരുന്ന സൈഡായിട്ടുള്ള പോർഷനിൽ അതുപോലെ ഷോൾഡറിൽ അടിഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒന്നും കൂടിയും അല്ലെങ്കിൽ ഹെഡിൻ്റെ മേലെ വരുന്ന പോർഷനിലൊക്കെ നമുക്ക് മൊട്ടുസൂചി തന്നെയാണ് ഒന്നും കൂടിയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം മൊട്ടുസൂചിയുടെ അത്ര തന്നെ കംഫർട്ടബിൾ അല്ല. നമുക്ക് ഇപ്പോൾ തലയുടെ മേൽഭാഗത്ത് കുത്താനൊക്കെ മൊട്ടുസൂചി തന്നെയാണ് ബെസ്റ്റ്. കാരണം ഉള്ളിലത്തെ ലെയറിൽ നമുക്കിത് കുത്താൻ പ്രയാസമാണ്. മറിച്ച് നെക്ക് പോർഷനിലൊക്കെ കുത്തുമ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഇതാണ് ഞാൻ ഒന്നും കൂടി സജസ്റ്റ് ചെയ്യുന്നത്. മേൽഭാഗങ്ങളിലൊക്കെ മുട്ടുസൂചി തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ അത് ഒരു ഡിമെറിറ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അവർ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു മാഗ്നറ്റിക് പിന്നെ നമ്മളൊരു 1.5 വർഷം വരെയൊക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം വരെയൊക്കെ നമുക്ക് കൂളായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ റെഗുലറായിട്ട് ഓഫീസിലേക്കും സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് പിൻസ് ഒന്നുകൂടി കംഫർട്ടബിളാണ്, ഒന്നുകൂടി നല്ലതുമാണ് ബോഡിക്ക്. ആൻഡ് ഇതിൽ നമുക്കിപ്പോൾ സാധാരണ സേഫ്റ്റി പിന്ന് നമ്മൾ കുത്തുന്ന സമയത്ത് അതിങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി പോകും. കാരണം ഭയങ്കര തിന്നാണല്ലോ അത്. പക്ഷെ മാഗ്നറ്റിക് പിന്ന് കണ്ടാൽ അത്ര വെയിറ്റ് തോന്നില്ലെങ്കിലും സംഭവം കുറച്ച് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര തന്നെ ഒരു സ്ലിപ്പായി പോവില്ല. നമുക്ക് പെട്ടെന്ന് കുത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ ഒന്നെങ്കിൽ നമ്മളെ ഹിജാബിൽ തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ മറ്റേ പിന്നിൻ്റെ മാതിരി അത് തുരുമ്പെടുത്ത് അവിടെ കറയൊന്നും വീഴില്ല. ഹിജാബിൽ അത് സേഫായിട്ട് നിൽക്കും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള നമ്മളുടെ വിൻഡോസിൽ, ഡോറിൽ, അങ്ങനെ കമ്പികളിൽ, അതില്ലെങ്കിൽ മിററിലൊക്കെ നമുക്കിത് പെട്ടെന്ന് ഇത് യൂസ് ചെയ്ത് പെട്ടെന്ന് മാറ്റി വെക്കാൻ സൂക്ഷിക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണ്. പിന്നുകൾ നമുക്ക് അത്ര തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് വളരെ തിന്നായതുകൊണ്ട് അത് പെട്ടെന്ന് പോയി പോവും. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വില കമ്പയർ ചെയ്ത് നോക്കുമ്പം അത്ര തന്നെ അങ്ങോട്ട് ആരും വാങ്ങാൻ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും വാങ്ങി നോക്കുകയാണെങ്കിൽ വെറുതെ ആവില്ല. കാരണം ഞാൻ പറയുന്ന പോലെ നമുക്കിപ്പോൾ പർദ്ദയിലേക്ക് ഇതുപോലെ ഇങ്ങനെ ടൈറ്റൻ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ നോർമലായിട്ട് ഇടുന്ന നമ്മുടെ എല്ലാ ഡ്രസ്സും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ, നമ്മുടെ സേഫ്റ്റി പിന്നിനേക്കാളും ബോറില്ലാതെ ഷേപ്പ് ചെയ്യാൻ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. ആൻഡ് ഇനി എങ്ങനെയാണിത് കീപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളൊരു ബോട്ടിൽ ഇട്ട് അടപ്പുള്ള ബോട്ടിലിട്ട് കീപ്പ് ചെയ്യുന്നത് അതിന് ലാസ്റ്റിങ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എപ്പോഴും നമ്മളിത് പെയറായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ കുത്താൻ ഹിജാബ്സ് യൂസ് ചെയ്യാൻ നേരത്ത് ഒന്നിൻ്റെ പെയർ കാണാണ്ട് വരും. അപ്പോൾ എപ്പോഴും പെയറായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. ഹിജാബ്സിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം മുട്ടുസൂചി കുത്തിയിട്ട് 2 സൈഡിലും ആൻഡ് ഹിജാബിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും താഴ്ഭാഗത്തൊക്കെ നമുക്ക് ഇത് ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഈ മാഗ്നറ്റിക് പിൻസ് നമ്മൾ ഹിജാബിൽ നിന്ന് കുത്തിയിട്ട് അത് ഊരിയെടുക്കുമ്പോൾ ജസ്റ്റ് നമ്മളത് വലിച്ചെടുക്കാതെ നമ്മളൊന്ന് ഒരതിയിട്ട് എടുക്കുക, ഒന്ന് സ്ലൈഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ആ പേപ്പറിന് എടുക്കുമ്പോഴും നമ്മൾ വാങ്ങിയ സമയത്ത് പേപ്പറിന് ഊരിയെടുക്കുമ്പോഴും ഒന്ന് ഒരതിയിട്ട് എടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് കിട്ടുക. ഡയറക്റ്റ് നമ്മൾ മുകളിലോട്ട് വലിച്ചെടുക്കരുത്. അപ്പോൾ മാഗ്നറ്റ് പെട്ടെന്നിട്ട് കിട്ടില്ല, ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. എപ്പോഴും നമ്മളൊന്ന് ഒരതിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ആൻഡ് ഇതിൻ്റെ തന്നെ മാറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പേളിൽ വരുന്നുണ്ട്, അതുപോലെ ഷൈനി ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇപ്പം എനിക്കൊന്ന് മെറ്റാലിക് മാഗ്നറ്റിക് പിൻസ് ആണ് കുറച്ചും കൂടിയും ട്രെൻഡിങ് ആയിട്ടുള്ളത്, പോപ്പുലർ ആയിട്ടുള്ളത്. നിങ്ങളിത് യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക, നല്ലതാണോ. ആൻഡ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് അസ്സലാമു അലൈക്കും.